യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ാം അധ്യായം 24-ാം തിരുവചനം. വിളിക്കും മുമ്പ് ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പ് ഞാനത് കേൾക്കും. ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനമാണ് ഈ തിരുവചനം. ആമേൻ ചൊല്ലി നമുക്കിത് ഏറ്റെടുക്കാം. കർത്താവ് വളരെ വ്യക്തതയോടെ പറയുകയാണ്, ദൈവമക്കളായ നമ്മൾ ദൈവത്തെ വിളിക്കും മുമ്പ് തന്നെ അവർക്ക് ഉത്തരമരുളും. അവൻ്റെ കാര്യങ്ങൾ അവൻ പ്രാർത്ഥിച്ച് തീരും മുമ്പ് ദൈവം അത് കേൾക്കുകയും ചെയ്യുമെന്ന്. ഇങ്ങനെ നമുക്ക് ഉറപ്പ് തരുന്ന ആര് ഈ ഭൂമിയിലുണ്ട്? മുമ്പേ തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനം സത്യമാകുന്നത് നമ്മുടെ ജീവിതത്തിലാണ്. നമ്മുടെ ഒപ്പം നടക്കുന്ന കർത്താവ്, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കുന്ന ദൈവം നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നുണ്ട്. നമ്മൾ വിളിക്കും മുമ്പ് തന്നെ ഉത്തരമരുളുന്ന കർത്താവാണ്. പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ അത് മനസ്സിലാക്കുന്ന കർത്താവാണ്. നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അറിയുന്ന കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ആ കർത്താവിനോടൊപ്പം നമുക്ക് ശാന്തമായി സഞ്ചരിക്കാം. ആ കർത്താവ് ഇന്ന് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയാം. ദൈവീക സമാധാനം കുടുംബത്തിൽ നിറയുന്നതിന് നന്ദി പറയാം. ലോകസമാധാനത്തിനായി നന്ദി പറയാം. യുദ്ധങ്ങൾ ഒഴിവാകുന്നതിനായി നന്ദി പറയാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ സ്വീകരിച്ചതിന് നന്ദി പറയാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും കർത്താവ് ശക്തമായി ഉത്തരമരുളി ഇടപെടുന്നതിന് നന്ദി പറയാം. ദൈവകൃപയാൽ നിങ്ങൾ ഈ നിമിഷം വരെ ദൈവപരിപാലനയിലായിരുന്നതിന് നന്ദി പറയാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ഏക കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സർവാധിപനും സർവശക്തനും രാജാതിരാജനുമായ കർത്താവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.